നിസ്കാരക്കുപ്പായം ഇട്ടു ആണുങ്ങ മണപ്പിച്ചിട്ട് നോക്കിയെങ്കിൽ ബ്ലോക്കുള്ളവന്റെ ബ്ലോക്ക് ഡമ്മാടൊക്കെ അടിച്ചിട്ട് പോകും. അത്ര സ്മെല്ല്. ഈ ചണ്ടി നിസ്കാരത്തിനെ മടക്കിയിട്ട് വെച്ചിട്ട് നിങ്ങൾ ഇന്ന് പോയിട്ട് തേടണം നിങ്ങളെ പേരിൽ നിസ്കാരക്കുപ്പായം ഉണ്ടോന്ന്. മുസല്ലല് മടക്കിയിട്ട് ഊർത്തിട്ട് ഒരു ഏറ് ഒലോർത്തിട്ട് വന്നിട്ട് എന്ത് ഷാവിന്റെ തൊട്ട് മുസല്ലാരി കൊണ്ടുപോയിനെ. ഈ നിസ്കാരക്കുപ്പായത്തിന് ആരെടുക്കുന്ന ഓറിനെ മടക്കിയിട്ട് ചുട്ടിട്ട് എറിയുന്ന. പിന്നെ ഞമ്മ എടുക്കുന്ന ഞമ്മ തൊടലുണ്ട് നിസ്കാരക്കുപ്പായം. പള്ളിക്ക് വന്നെങ്കിൽ എപ്പോൾ നിസ്കരിക്കുന്നത്. പിന്നെ നിസ്കാരക്കുപ്പായം എടുക്കുന്ന ഇല്ല. ഡ്രസ്സെല്ലാം വാങ്ങുന്ന നിസ്കാരക്കുപ്പായം വാങ്ങുന്നില്ല. ഡ്രസ്സ് വാങ്ങുന്ന എന്തിനീ? പൊരയിലിടാനല്ല, പൊരയിലിടുന്നേ ഇല്ല. എൻ്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു പഞ്ചാധികല്ലായി കുറേ എല്ലാം പറഞ്ഞ് ബുദ്ധിയെല്ലാം ചൊല്ലി ശരിയാക്കി കൈയെല്ലാം കൊടുപ്പിച്ച് ലാസ്റ്റ് ആൾ ചെന്ന് ഉസ്താദ് ബാക്കിയെല്ലാം സദിക്കാം, ഒന്ന് മാത്രം നിങ്ങൾ ചൊല്ലണോ എന്നിന്റെ ഒരു 2 നാക്കൊരിക്കാങ്കുക നൈറ്റ് ചേഞ്ച് ആക്കാൻ ചെല്ലണോ. ഏത് നൈറ്റി? കടപ്പുറത്ത് ഇവിടെ നൈറ്റി ഇല്ലേ? നൈറ്റി ഉണ്ടാ പെണ്ണുങ്ങൾ നൈറ്റി ഇടുന്ന ചില നാട്ടില് നൈറ്റിയലിംഗ് ഉണ്ടല്ലേ, 3 in 1 അല്ല 10 in 1 ആണ് നൈറ്റിയലിംഗ്. ഏത് ഉസ്താദിന്റെ ബുദ്ധി വന്നെങ്കിൽ അതിനെ തുടക്കുന്നു ഇതേ നൈറ്റിയിൽ. അടുപ്പത്തൊന്ന് കീക്കുന്നയും ചില പെണ്ണുങ്ങളെ സാളില് കുറച്ച് നല്ല പെണ്ണുങ്ങൾ തലന്റെ സാള് ഉസ്താദിന്റെ ബുദ്ധി ഉടക്കുന്നല്ല ഈ സാളില്. ഇതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു ഉസ്താദ് 2 ഇങ്ങനെ ഇടുന്നു നൈറ്റീനെ, പിന്നെ 2 മറിച്ചിട്ട് ഇടുന്നു, കൈ തന്നെ മറിച്ചിട്ട് ഉൾട്ടാക്കിട്ട് ഇടുന്ന. ഇങ്ങനെയുണ്ട്. ഇപ്പൊ ചില ഷർട്ടെല്ലാം ഉണ്ടല്ലോ അങ്ങനെ ഉൾട്ട വട്ടിടാൻ പറ്റിയ ഷർട്ട്. അതുപോലെ പെണ്ണുങ്ങൾ എത്ര ഉണ്ടെങ്കിലും പൊരയിലിടല. പിന്നെ ബിർന്നർ കെട്ടുന്നെങ്കിൽ മാത്രം ചില പൊരയിൽ അങ്ങനെ ഉണ്ട്. ചില പാത്രം ഉണ്ട് എടുക്കുന്നേ ഇല്ല ബിൽക്കുൽ. ഈ ഭർത്താവായ ഈ മനുഷ്യന് കൊടുക്കുന്ന പൊട്ടിയ കീറിയ ഗീട്ടുള്ള കല പിടിച്ച പ്ലേറ്റില് പാപ്പ ഈ മനുഷ്യൻ ഇങ്ങനെ വരച്ചത് ഇത് അടക്ക് പോന്നെ വരസിയെങ്കിൽ ഇതങ്ങ് എത്തീനി. പ്ലാസ്റ്റിക്കിന്റെ കണ്ട പൂവെല്ലാം എണിച്ചോണ്ട് വരുന്നു ചോറിന്റെ ഒക്കെ മുണ്ടാനാ മുണ്ടിങ് അതും ഇല്ല. പിന്നെ പ്ലേറ്റ് സെട്ടുണ്ട്, 3 പെട്ടിയുണ്ട്. ഇതായിരിക്കും ഇരിക്കട്ട് ആരെങ്കിലും ബിർന്നറിലെ വരുമ്പോ വേണമെന്ന്. ബിർന്നറിലെ വന്നിട്ട് ഗഡിപിടിയിൽ ഓവർ വെച്ചിട്ട് പോയ പിന്നെ നമ്മളെ പ്ലേറ്റ് എടുക്കാനും മറന്നിനി നോക്കാനൊരിക്കൽ ബിർന്നർ പറഞ്ഞു. ഏത് ഞമ്മക്ക് തരുന്നേല്ല പെണ്ണുങ്ങ വലിയും ബിർന്നർക്ക് തന്നെ. പാത്രവും ബിർന്നർക്ക്, ടിണ്ണും ബിർന്നർക്ക്, ഗ്ലാസ്സും എല്ലാം ബിർന്നർക്ക്. ഞമ്മക്ക് എന്തില്ല, പെരക്കാർക്ക് എന്തില്ല. ഡ്രസ്സും അങ്ങനെ ആണുങ്ങളെ മുന്നിൽ ഇടുന്നേ ഇല്ല. കാലത്തെയും മോന്തിക്കും ഉച്ചക്കും എല്ലാം ഇതന്നെ. കുളിച്ചിട്ട് വന്നെങ്കോ തന്നെ കുളിച്ചിട്ട് തന്നെ കുളിക്കാൻ പോകുമ്പോ എല്ലാം നൈറ്റി. ഡ്രസ്സ് വേണോ ആർക്ക്? മംഗലത്ത് അല്ല, വീട്ടിലാണ് ഏറ്റവും സൗന്ദര്യമുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തുമുഅ്മിനീങ്ങളെ നല്ല വസ്ത്രം ധരിക്കണം. യുവാക്കളോട് പറയുന്നു, മുട്ടുപൊക്കളിൽ മറക്കുന്ന വസ്ത്രം ധരിക്കണം. പൈജാമ പോലോത്തതോ തുണി പോലോത്തതോ, അതല്ലെങ്കിൽ നിസ്കാരം സ്വഹിയാകുന്നത് ഉസ്താദിനോട് വന്നിട്ട് ചോദിക്കണം, ഉസ്താദേ ഈ പാന്റ് ഞാൻ ഇങ്ങനെ നിസ്കരിച്ച എന്റെ നിസ്കാരം സ്വഹിയാകോ? ഉമ്മമാർ നല്ല വസ്ത്രം ധരിക്കണം. ടൈറ്റ് വിറ്റല്ല ധരിക്കേണ്ടത്. ടൈറ്റ് വിറ്റ് വസ്ത്രം ധരിക്കുന്നവന്റെ ഖബർ ഇടുങ്ങുകയാണ്. വിശാലമായ വസ്ത്രം ധരിക്കണം, ലൂസ് വസ്ത്രം ധരിക്കണം. ഇപ്പൊ പ്ലാസ ക്ലീസ മോഡലായിട്ട് വരുമ്പോഴല്ല, അല്ലാത്തപ്പോഴും ലൂസ് വസ്ത്രം ധരിക്കണം. ലൂസ് എന്ന് പറഞ്ഞെങ്കിൽ അര ലൂസ് എന്നല്ലവാ. നാളെ നിന്നെ ലൂസ് വസ്ത്രം ഇട്ട് തീനെ ബെൽറ്റോണ്ട് അപ്പം മീത്തൊക്കെ ആയിക്കൊണ്ട് യാറബ് ഉസ്താദിന്റെ ബിസിയെ കേട്ടിട്ട് ഇത് ജാറിയിട്ട് പീന്നാന്ന് പേടിവാന്ന് അങ്ങനെ ലൂസ് ഇടാഞ്ഞില്ലതല്ല. പിന്നെ തടി മൊത്തം കാണുമ്പോ പർദ്ദ എന്തിനാണ്? പർദ്ദ എന്തിനാണ്? നിന്റെ ശരീരത്തിന്റെ വണ്ണവലുപ്പം, നിന്റെ വസ്ത്രത്തിന്റെ സൗന്ദര്യം, ഇതെല്ലാം മറച്ചു കാട്ടാനാണ് പർദ്ദ. സൗന്ദര്യം മറക്കാനാണ് പർദ്ദ. ഇതോ ഇല്ലാത്ത സൗന്ദര്യം കാട്ടാനാണ് പർദ്ദ. മംഗളത്തിന്റെ അടുത്ത് ബുർക്ക മാറ്റുന്നില്ല, അങ്ങ് ഡ്രസ്സ് വേണോട്ടില്ല. ഹാളിൽ പോയിട്ട് ബുർക്ക മാറ്റാനില്ല, അതിനോട് ഡ്രസ്സ് വേണ്ട, മോശമില്ല, ഉള്ള തന്നെ മതി. കാരണം എന്താ? ബുർക്ക മാറ്റുന്നില്ല. ബുർക്ക മാറ്റുന്നെങ്കിൽ വേറെ പുതിയ ഡ്രസ്സ് വേണം. പെണ്ണുങ്ങൾ ഐഡിയ ഉണ്ട്. പെണ്ണുങ്ങൾ ബുർക്ക മാറ്റിയിട്ടില്ല അങ്ങ് നിങ്ങൾ വിചാരിക്കണ്ട. നല്ലൊരു പെണ്ണ് 3 മണിക്കൂറുണ്ടായി, ഓള് ബുർക്ക മാറ്റിയിട്ടില്ലല്ലേ. എന്ത് അച്ചടക്കല്ല, പുതിയ ഡ്രസ്സില്ല, എല്ലാ കളർ തീർന്ന് ഇട്ടിട്ടിട്ട് പിന്നെന്താക്കിനെ ബുർക്ക മാറ്റിങ്. എല്ലാവർക്കും വേണ്ടാന്ന് ബുർക്ക മാറ്റത് ഇരിക്കട്ടെ, ഇപ്പൊ പോകാനായില്ല, വേണ്ട ഇരിക്കട്ടെ. എന്തിരിക്കട്ടെന്ന് എന്തുമല്ല. നിങ്ങൾ തക്കുവാന്ന് എല്ലാരും അല്ലവാ, എല്ലാരെ പറ്റി അല്ല പറഞ്ഞത്.
നല്ല വസ്ത്രം യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസു തഖ്വാ ദാലിക ഖൈർ. ആണ് പെണ്ണിനോട് സാദൃശ്യമാകൽ പാടില്ല. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ശപിച്ചവരാണ്. ആണുങ്ങൾ താടി മീസലം പഠിച്ചിട്ട് നല്ല സെട്ടപ്പ നല്ലതല്ല, അല്ലാഹു ഓർക്കൂല. പെണ്ണുങ്ങളോ പർദ്ദണ്ട്, പർദ്ദന്റെ ഉള്ളില് ജീൻസ് പാന്റ് ടീഷർട്ട് പർദ്ദഭാതി പൊക്കിയിട്ടാ നടക്കുന്നത്. നടക്കുമ്പോ ജീൻസ് പാന്റ് കാണണോ? പൊക്കിയ പൊക്കല് ആ ജീൻസ് പാന്റ് കാണണോ? ഈ ഒരവസ്ഥയിലാണോ മുഅ്മിനീങ്ങളെ ശരീരത്തിന്റെ വണ്ണ വലുപ്പം കാട്ടിയിട്ട് ആളുകൾ അതിലേക്ക് നോക്കി സുഖിച്ച വഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ് കേട്ടോ. അതുകൊണ്ട് നല്ല വേഷവിധാനം നണിയണേ, നല്ല വസ്ത്രം ധരിയണേ, തലമുടി പുറത്ത് കാട്ടി നടക്കല്ല പെങ്ങള്, ശരീരത്തിന്റെ വണ്ണ വലിപ്പം ആട്ടിക്കുലുക്കി നടക്കല്ല പെങ്ങള്, ആരെയും ആകർഷണീയമായ ശൈലിയിൽ ജീവിക്കല്ല പെങ്ങള്. ചെറുപ്പക്കാരെ, അല്ലാഹു തലച്ചോറ് തന്നില്ലയോ? അതിന്റെ മുലകളിൽ തലയോട്ട് തന്നില്ലയോ? അതിന്റെ മുകളിൽ തലമുടി തന്നില്ലയോ? നഹാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ചിട്ടുണ്ട്. അനിൽ ഖസ്അ, എന്തായി ഖസ്അ? ഒരു തലയുടെ മുടിയുടെ ഒരു ഭാഗം ചുരുക്കിയിട്ട് മറ്റേ ഭാഗങ്ങളിൽ കൂടുതൽ വെക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ചതാണ്. ചെറുപ്പക്കാരാ, ഈ തല കൊണ്ടുപോയി ഖബറിൽ വെക്കണ്ടേ മോനെ? ഈ തലമുടി കൊണ്ടുപോയി ഖബറിൽ വെക്കണ്ടേ മോനെ? മുൻകർ നക്കീർ വരുമ്പോ, ചോദ്യം ചെയ്യുമ്പോ നിന്റെ കോലം കണ്ട. അതുകൊണ്ട് ചുണ്ടിന് മുകളിൽ മീശ വെട്ടണേ, ഒരൽപ്പമെങ്കിലും താടി വളർത്തണേ, നല്ല വേഷവിധാനമാകണേ, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണേ, ഒരൊറ്റ നിസ്കാരവും കളാക്കി പോകല്ല, വയസ്സിന് മൂത്തവരെ കളിയാക്കല്ല, പള്ളിയോട് ധിക്കാരം കളിക്കല്ല, നാട്ടുകാരെ ചീത്ത വിളിക്കല്ല, ആലിമീങ്ങളെ ആക്ഷേപിക്കല്ല. ചില ആൾക്ക് ഉസ്താദന്മാരെ പറയുന്ന നിലയ്ക്ക് എന്തോ ഒരു സുഖം. എന്തില്ലെങ്കിൽ ഉസ്താദന്മാർ വണ്ണ കിട്ടുന്നല്ലോ ഓരോ പറയുന്നത്. ഇതിന്റെ ഇടയ്ക്കൊരു വീഡിയോ വന്നു, ഐലന്റെ വീഡിയോ. എല്ലാരും ഉസ്താദന്മാർക്ക് ഉസ്താദ് നോക്കി ഉസ്താദ് നോക്കി ഉസ്താദ് എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോ നിങ്ങളോട് ചെന്നില്ല, ഒരു ഐലന്റെ വീഡിയോ വന്നില്ല. എല്ലാരും ഒരു വക അതിനെ ഉസ്താദന്മാരുടെ വിഷയം അത് പറയാൻ എന്തോ ഒരു സുഖം ആൾക്കാർക്ക്. നമ്മൾ ചർച്ച ചെയ്യരുത്. ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, സയ്യിദന്മാരെ, അവരെയൊക്കെ ആ ബഹുമാനത്തിൽ കാണണം. അള്ളാഹുവിന്റെ പള്ളിയോട് ബഹുമാനം ഉണ്ടാകണം. മനോഹരമായ പള്ളി പോലെ മനോഹരമായ നിസ്കാരങ്ങൾ ഉണ്ടാകണം. നിസ്കാരത്തിലെല്ലാം വന്നിട്ട് വസ്വാസ്, ചിലർ അങ്ങനെ ഉണ്ട്, നിസ്കരിക്കാൻ വന്നെങ്കിൽ ഒരു ജാതി വസ്വാസ്. ഔദിന്റെ അടുത്ത് വന്നിട്ടല്ല ഹലാല് 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 ഹലാല്, ഓ മാത്രം ഹലാലാക്കുന്ന, ബാക്കി എല്ലാവരും ആറാമാക്കിയിട്ട് പോയ പള്ളിൻ്റെ ഉള്ളിലേക്ക്. ഹലാലുണ്ട് അങ്ങനെ ഔദിന്റെ അടുത്ത്. ചില പെണ്ണും കണ്ട് കുളിക്കാൻ വേണ്ടി പോയെങ്കിൽ അശുദ്ധി അശുദ്ധി അശുദ്ധി, ഓക്ക് മാത്രം ഒരുത്തിക്കൊരു അശുദ്ധി ആയിപ്പോയിനെ, വേറെ ആർക്കും അശുദ്ധി ആയിട്ടില്ല ദുനിയാവിന്റെ മുകളിൽ. കുളിച്ചിട്ടല്ല പന്തിന് കണ്ണാടി നോക്കിയിട്ട് പയ്യൊക്കെ പോന്നെ. പുറത്തിന്റെ ബാക്കിന്റെ സൈഡിൽ ചണ്ടി ആയിട്ടില്ലാന്തോ, ചിലപ്പോ ചണ്ടി ആയിട്ടില്ലെങ്കിൽ കുളി ശരിയാവേലാന്തോ, ആയിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവേലാന്തോ. ചൊല്ലത്തിന്റെ വിശ്വാസ്. ഈയിടക്കൊരുത്തം വന്നിട്ട് കേട്ടു, ഉസ്താദെ മൂത്രത്തിൽ ശരിക്ക് പോയില്ലെങ്കിൽ ഖബറിൽ ശിക്ഷ ഉണ്ടല്ലേ? ഉണ്ടു. അപ്പൊ ഈ ആണുങ്ങാവാ ഒരാൾ ചോദിക്കുന്നത്, ഉസ്താദെ ഈ വരുന്ന ബൈക്കലമിറ്റ് ബാക്കിയാന്നെ എന്താക്കുന്ന? അങ്ങനെ ഒരാളോട് കേട്ടപ്പോ അയാൾ ചെല്ലി കോട്ടന്റെ തുണി ചുരുട്ടിട്ട്, കോട്ടന്റെ തുണി ചുരുട്ടിട്ട് ഉള്ളിലേക്ക് ഇട്ടിട്ട് എടുക്കണോ ചൊല്ലി. അത് ഭയങ്കര കഷ്ടാന്ന് ഉസ്താദ്. എന്താക്കുന്നത്? എങ്ങനെ മൂത്രം വരുന്ന ബൈക്കലടങ്ങും ബാക്കി ഉണ്ടെങ്കിൽ ഈനെ കോട്ടണ്ട തുണിയിട്ട് തിരിച്ചങ്ങ് എന്താവും? അഡ്രസ് ഇരിക്കുവോ? ഏത് ഇങ്ങനെ ചില വസ്വാസ് എന്നെല്ലാം പറഞ്ഞാൽ ഒരു അന്തം കുന്തമില്ലാത്ത വസ്വാസ്. നമ്മളെ ബാലക്കാർക്ക് അങ്ങനത്തെ ബിസി തന്നെ ഇല്ല. നേരെ വന്ന് കുത്ത നിന്ന് മാറ്റിയിട്ട് നിന്നേരുന്ന് കാപ്പിരിങ്ങോ ഒഴിച്ച പോലെ ഫടാന്ന് വെച്ച്
വേണം കുറച്ച് തണ്ണി പാൻറ്റിലേക്കും താഴക്കും ഇടുക്കും കാൽക്കും മൂത്രത്തിലേക്കും ഒക്കെ ഒഴിച്ച് എല്ലാ ഡ്രസ്സിലേക്ക് തെറിച്ചോണ്ട് പള്ളിക്ക് വന്നു വലിയ ആളെ പോലെ. ഉള്ളോന്റെ നിസ്കാരമല്ല ബാത്തിലാക്കുന്നു. ചില ആൾ അങ്ങനെ ഉണ്ട് വസ്വാസ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബാലക്കാരൻ നിസ്കരിക്കുമ്പോൾ കുറെ ലാസ്റ്റെല്ലാം പറഞ്ഞിട്ട് ശരിയാക്കിയോ അങ്ങനെ ഓൻ എന്താക്കുന്ന വെച്ചെങ്കിൽ ഇങ്ങനെ നിസ്കരിക്കാൻ നിന്നെങ്കിൽ എതിർക്ക് വന്നു സപ്പിന്റെ ഓനെ കാണുമെന്നിരിക്കണം. ഓൻ പഠിച്ചോനെ പിടിച്ചിട്ട് ഇപ്പൊ കീസൊക്കെ ഇടുന്നത് ഏത് എതിർക്ക് വന്ന കൈനെങ്ങനെ ആയിക്കൊണ്ട് പഠിച്ചോനെ പിടിക്കാൻ പോകുന്ന പോലെ. അതല്ല വസ്വാസ്. ചില ആൾക്ക് ക്ലച്ച് ചിലയിടത്ത് സ്റ്റാർട്ടാകുന്നില്ല. ചില ആൾക്ക് ഞങ്ങളെ നാട്ടിലാടെ ഒരാളുണ്ടായി തറാവിക്ക് വരുന്നു. ആര് തറാവിക്ക് ബാക്കിയൊന്നും മോശമില്ല. ഒന്നയാൾക്ക് പിടിക്കുന്ന നീയത്ത് വെക്കുന്ന നേരത്ത് നീയത്ത് കിട്ടുന്നേ ഇല്ല. ആൾക്ക് എന്തെന്താക്കിയും കിട്ടുന്നില്ല. ലാസ്റ്റ് കൈ കട്ടിട്ട് റുക്കൂലേക്ക് പോകുന്നു. അപ്പൊ എങ്ങനെ കിട്ടുന്ന അള്ളാഹ് അറിയും. അത് കിട്ടുന്നു. ഇമാം റുക്കൂലേക്ക് പോകണം ഇയാളെ നീയത്ത് വരണമെങ്കിൽ. അത്തന്നെ ഒളിച്ചിരിക്കുന്ന സൈത്തം. അത് കഴിഞ്ഞ് പിന്നെ അത്തയ്യാത്തിലിരിക്കുന്ന ഇയാൾ അത്തയ്യാത്തില് കുറെ അത്തിട്ട് ഇമാം സലാം വിട്ടുമ്പോ അത്തുമില്ല വിത്തുമില്ല. എന്തായി ഓൻ സലാം വിട്ട് തീർന്നു. വസ്വാസ് നല്ലതല്ല. വസ്വാസ് പോകാൻ എന്ത് വേണം? വസ്വാസ് പോകാൻ ആകാശത്തിലേക്ക് നോക്കണം. ആകാശത്തിലേക്ക് നോക്കിയാ ഇമാം ഗസാലി മക്കളെ ഇപ്പൊ നോക്കണ്ട, പിന്നെ സബൂർ നാളെ സമാധാനത്തിൽ ടൈമുണ്ട്. അല്ല എത്തിച്ചിട്ട് ആയുസ് ഒഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നാളെ നോക്കി. ഇപ്പൊ നോക്കി കേടെ കാണുന്ന ഇഷ്ടത്തില് മൊബൈലെല്ലാം കീസൊക്കെ ഇട്ടിട്ട് എന്താക്കി പുറത്ത് വന്നിട്ട് കുറച്ച് ആകാശമെല്ലാം നോക്കി അങ്ങനെ ഉണ്ട്. അങ്ങനെ നോക്കിയാൽ വസ്വാസ് കുറയുമെന്ന്, അള്ളാഹുവിനെ ഓർമ്മയാകുമെന്ന്, പിത്തരോഗത്തിന് ശമനമുണ്ടെന്ന്. പിത്തരോഗം പിത്തം നിന്നല്ലേ ചെന്നെ പിത്തം തലക്കേറിനെന്നല്ലേ പറഞ്ഞില്ലേ? ആകാശം നോക്കിയെങ്കിൽ പിത്തോ. പെണ്ണുങ്ങൾ നോക്കിയല്ല, എന്റെ പെണ്ണുങ്ങളുടെ ആലോചനല്ല. വെയിലത്ത് നിന്ന് കറക്കുന്നു. വെയിലത്ത് നിന്നെങ്കിൽ എന്താന്ന് കറക്കുന്നത്. ഇതിന്റെ അടുത്തൊരു പെണ്ണോട് കേട്ടപ്പോ കട്ടൻ ചായ കുടിക്കുന്നില്ല. എന്തേ ആലോചന കട്ടൻ ചായ കുടിച്ച കറക്കുന്നു. ഏത് കറക്കുന്ന നെല്ലിക്ക് പെണ്ണുങ്ങൾ എന്തൊരു റെഡിയില്ല. വെളുക്കുന്ന നെല്ലിക്ക് ആസിഡ് തേക്കാനും റെഡിയുണ്ട്.